ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് കടല വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു അരക്കപ്പോളം ബ്രൗൺ കളർ കടലയുണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. നമുക്കൊന്ന് കുതിർക്കണേ. അപ്പോൾ അതൊന്ന് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 6-7 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കണേ. നിങ്ങളുടെ കയ്യിൽ സമയം ഒന്നും ഒട്ടും ഇല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനൊരു 6-7 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ കുതിരാൻ വെച്ചിരുന്നു. ഇന്നലെ ഞാൻ രാത്രിയാണ് കേട്ടോ വെച്ചത്. ഇതിപ്പം പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു കുക്കറിലോട്ട് ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതാണ്ട് കടലെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു സവാള, ഒരു കുഞ്ഞി സവാളയാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കട്ടി കുറച്ച് അരിയണമെന്നൊന്നുമില്ല, കട്ടിയോടെ തന്നെ അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെ ഗ്യാസ് ഒന്നും വരില്ല കേട്ടോ. അതാണ്. ഇനി ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് നല്ലപോലെ വെള്ളം ഒഴിക്കണം. ഒരു 3 കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കാര്യം നമുക്ക് ഈ വെള്ളം ആവശ്യമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു 3 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കടല നന്നായിട്ടൊന്ന് വെന്ത് വരണം. എനിക്ക് ഒരു 5 വിസിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പം വേവുന്നവരെയും നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഒരു 5 വിസിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കറൊന്ന് എടുത്ത് ഓപ്പൺ ആക്കി നോക്കുകയാണ്. അപ്പോൾ ദാണ്ടെ നമ്മുടെ കടലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കടലയും വെളുത്തുള്ളിയും സവാളയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അവിടെ ഈ പരുവം വരെയാണ് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് വെന്തോന്ന് അറിയാൻ എല്ലാവർക്കും നോക്കാൻ അറിയാം. എങ്കിലും ഞാൻ ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് കാണിക്കുകയാണ്. ഇങ്ങനെ കടല എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടണേ. അപ്പോൾ വെന്തു എന്നാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കടല മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടലയും ഉള്ളിയും വെളുത്തുള്ളി എല്ലാം ഉണ്ട്. അപ്പോൾ അത് മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമേ ഈ വെള്ളം എല്ലാം കൂടെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ചിലപ്പോൾ ഒന്ന് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇനി ബാക്കി വെള്ളവും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരല്പം കടല എടുത്ത് അല്ലാണ്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെന്തതിനകത്തുനിന്നേ. അത് നമുക്ക് അല്ലാതെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ബാക്കി വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഈ രാത്രിയൊക്കെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് ഇതിലൊരു ഗ്ലാസ്സൊക്കെ കഴിച്ചാൽ മതി. വയറ് നന്നായിട്ട് നിറയും കേട്ടോ. പിന്നെ നല്ല റിച്ച് പ്രോട്ടീൻ ഉള്ള ഒരു സംഭവമാണല്ലോ കടല. അപ്പോഴേ ഈ വെളുത്തുള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോഴേ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളവർക്കും പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കടലയും കൂടെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കൊരു ചെറിയൊരു താളിപ്പും കൂടെ ആയാലേ ഇതൊന്ന് റെഡി ആവുള്ളൂ. അപ്പോൾ ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബട്ടറോ നെയ്യോ ചേർക്കാം, എണ്ണ ഒഴിക്കണ്ട കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് തന്നെ വിചാരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള എണ്ണ അങ്ങനൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബട്ടർ ഇതൊന്നും ഇല്ലെങ്കിൽ, ഇനിയിപ്പോൾ താളിപ്പില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ ഒരു താളിപ്പും കൂടെ ആവാം, അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഒരു സ്പൂണോളം ചെറിയ ജീരകമാണ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ മെൽറ്റാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് ജീരകം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജീരകവും ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് ജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു സൂപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പോൾ ദാണ്ട ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.